അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ്. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഒരുപാട് എക്സാം എഴുതിയിരിക്കുന്ന കുട്ടികളുണ്ട്. എനിക്ക് ആ എക്സാമിൻ്റെ ടൈം ആയപ്പോഴാണ് അത് മനസ്സിലായതില്ലേ. അപ്പോൾ നമ്മളുടെ റിസൾട്ടൊക്കെ വരാൻ പോകുകയല്ലേ, ഡേറ്റൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഉന്നത വിജയത്തിന് വേണ്ടിയിട്ട് മക്കൾക്കാണെങ്കിലും മാതാപിതാക്കൾക്കാണെങ്കിലും സഹോദരിമാർക്കാണെങ്കിലും സഹോദരന്മാർക്കാണെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു അമലാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഇൻഷാ അള്ളാഹ് ഈ ഒരു വീഡിയോ നിങ്ങൾ എക്സാം എഴുതിയിരിക്കുന്ന അനിയത്തിമാർക്കും അനിയന്മാർക്കും സഹോദരങ്ങൾക്കും സഹപാഠികൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ഉമ്മമാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്ലസ് ടു ഒക്കെ എക്സാം എഴുതിയിരിക്കുന്ന ടൈമാണ്, അതേപോലെ തന്നെ SSLC എഴുതിയിരിക്കുന്ന ടൈമാണ്. റിസൾട്ട് വരിക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആദിയാണ്. കാരണം എൻ്റെ കുട്ടി എങ്ങനെയാണ് എഴുതിക്കണമെന്ന് അറിയില്ല. എങ്ങനെയൊക്കെയാണ് നിങ്ങളെ കുട്ടി പഠിച്ച് എഴുതിക്കണതെങ്കിലും നിങ്ങളെ കുട്ടീനെ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് പറയാതിരിക്കുക അല്ലേ. അവനക്ക് അത്ര കിട്ടിയില്ലേ, ഇവനക്ക് ഇത്ര മാർക്ക് കിട്ടിയില്ലേ, എൻ്റെ എളാപ്പാൻ്റെ മകനാണത്, അവനക്ക് അത്രയും മാർക്കുണ്ട്, അവൻ്റെ മൂത്താപ്പാൻ്റെ മകനാണത്, അവനക്ക് ഇത്രയും മാർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. അത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഭാവിനെ ആയിരിക്കും അത് ബാധിക്കുക അല്ലേ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ മാർക്ക് ഒരല്പം ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും അവരെ ശകാരിക്കാതിരിക്കുക. കാരണം ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒന്നല്ലെങ്കിൽ അടുത്തതിന് കുട്ടികൾ എന്താ ചെയ്യാന്ന് അറിയാൻ പറ്റൂല. എത്രയോ ന്യൂസുകളാണല്ലേ അത്തരത്തിൽ നമ്മളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കുട്ടികൾക്ക് ഉന്നത വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. ഈ ഒരു അമൽ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ സുബഹ നിസ്കാര ശേഷമാണ് ആദ്യമായിട്ടുള്ള ഈ ഒരു അമൽ നിങ്ങൾ ചെയ്യേണ്ടത്. സുബഹ നിസ്കാര ശേഷമാണ്. സുബഹ നിസ്കരിച്ചതിന് ശേഷം ദിക്റുകൾ സ്വലാത്തുകളൊക്കെ ചൊല്ലിയതിന് ശേഷം പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു സൂറത്തുണ്ട്, സൂറത്തുൽ ഫതഹ്. ഈ ഫതഹ് സൂറത്തിനെ നമ്മൾ ഒരു തവണയാണ് ആദ്യം തന്നെ ഓതേണ്ടത്. അതിന് ശേഷം നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുക്കാം. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ ഒരു 101 തവണ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉവലിക് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹക്കി ബിൽ ഹക്ക് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വ അലാ ആലിഹി ഹക്ക ഖദ്രിഹി വ മിഖ്ദാരിഹിൽ അലീം. പരിശുദ്ധമായിട്ടുള്ള സ്വലാത്തുൽ ഫതഹ്, സ്വലാത്തുൽ ഫാത്തിഹിനെ നിങ്ങൾ ഒരു 101 തവണയും ചൊല്ലാം. അതിന് ശേഷമാണ് ഇനി അടുത്ത ഒരു ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദിക്റും ഈ എണ്ണ പ്രകാരം നിങ്ങൾ ഈ റിസൾട്ട് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന അന്ന് വരെ മുടങ്ങാതെ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉന്നതമായിട്ടുള്ള ഒരു വിജയം നിങ്ങൾ കാത്തിരിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും, ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇശാ നിസ്കാര ശേഷമാണ് ഇനി അടുത്ത ആ ഒരു അമൽ ചെയ്യേണ്ടത്. അതേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആലയിലെ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇസ്മാണ് യാ ഫത്താഹു യാ അല്ലാ എന്നുള്ള ഇസ്മ. വിജയം നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വിജയത്തിൻ്റെ സ്വലാത്തും വിജയത്തിൻ്റെ സൂറത്തും വിജയത്തിൻ്റെ ഇസ്മും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഒരു ദിവസം ചൊല്ലേണ്ടത്. ഇത്തരത്തിൽ നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ റിസൾട്ടിൻ്റെ അന്ന് വരെ നിങ്ങൾ ഈ രീതിയിൽ തുടർന്ന് മുടങ്ങാതെ പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിജയം കിട്ടുക തന്നെ ചെയ്യും. ഇനി മക്കൾക്ക് ഇത് ചെയ്യാൻ കഴിയൂല, മടി പിടിച്ച മക്കളാണെങ്കിൽ ആ കുട്ടികൾക്ക് വേറെ തന്നെ ഇപ്പോൾ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകുകയൊക്കെ ചെയ്യുകയാണ്. അതിനൊന്നും പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഉമ്മമാർക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇത്താത്തമാരുണ്ടാകുമല്ലോ, അതോ അല്ലെങ്കിൽ അനിയത്തിമാരുണ്ടാകുമല്ലോ, അവർക്കൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലേ. ഈ രീതിയിൽ നമ്മൾ ചൊല്ലുക, എന്നിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയും ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ മുടങ്ങാതെ കുറച്ച് ദിവസം ചൊല്ലി വരിക. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളുള്ളൂ അല്ലേ നമ്മുടെ മുമ്പിൽ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. SSLCയുടെ ആണെങ്കിലും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ ആണെങ്കിലും പ്ലസ് ടുവിലൊക്കെ ഉന്നത വിജയം ലഭിച്ചാലുള്ളൂ ഇനി മുമ്പോട്ടുള്ള ഒരു കടമ്പ എന്താണ് ആ കുട്ടി ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇനി കുട്ടികളെ ഏത് തരത്തിലുള്ളതാണെങ്കിലും കുട്ടികളുടെ ഇഷ്ടം കൂടെ മനസ്സിലാക്കിയിട്ട് അത് ഹലാലായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ അതിലേക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും കുട്ടികളെ പഴിചാരാനോ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ക് എന്നൊക്കെ പറയില്ല, അങ്ങനെ ആക്കാനോ ഒന്നും നിൽക്കാതിരിക്കാം. നമ്മുടെ മക്കളാണ്, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവരെ വളർത്തുന്നതെന്ന് അറിയൂല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.
നമ്മുടെ എക്സാം എഴുതിയിരിക്കുന്ന മക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാട്ടില്ലേ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.